ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഫാമിലി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ മാത്യു ജോൺ. കിഡ്നി റിലേറ്റഡ് ആണെങ്കിൽ എന്തെല്ലാം ഹെൽപ്പാണോ പ്രിവെന്റീവ് ഹെൽത്ത് കൊടുക്കുന്നത്? കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് അമിതമായ രക്തസമ്മർദ്ദം ഉള്ളവർക്കും പ്രമേഹ രോഗികൾക്കുമാണ്. അപ്പോൾ കിഡ്നികളുടെ ബേസിക് ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ബ്ലഡ് യൂറിയ, സിറം ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, പിന്നെ പൊതുവെ എല്ലാവരും കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് BP നേരത്തെ പറഞ്ഞത് 130-80 കുറഞ്ഞാണ് ഈ വൃക്കരോഗങ്ങൾ സംബന്ധിച്ചുള്ള അസുഖം ഉണ്ടെങ്കിൽ വെക്കേണ്ടത്, നിലനിർത്തേണ്ടത് 130-80 കുറഞ്ഞാണ്. കാരണം അത് പിന്നീട് പ്രോഗ്രസ് ചെയ്യുന്ന ഓൾറെഡി തുടക്കമാണെങ്കിൽ അത് വീണ്ടും പ്രോഗ്രസ് ചെയ്യുന്നത് തടയാനായിട്ട് സഹായിക്കും. 130-80 കുറച്ച് നിർത്തിയാൽ. പിന്നെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ. അതായത് നമ്മുടെ കിഡ്നികൾ മോശമായി തുടങ്ങുമ്പോൾ ലൈക് ക്രിയാറ്റിൻ എന്ന ടെസ്റ്റ് പൊതുവെ ഒരു 70-80% വരെ വൃക്കകൾ തകരാറാകുമ്പോൾ മാത്രമാണ് ക്രിയാറ്റിൻ കൂടത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ 1.4 താഴെയാണ് സാധാരണ നമ്മൾ റിസൾട്ട് വരേണ്ടത്. അതിപ്പോൾ 1.7 കണ്ടെത്തിയാൽ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഒരു വലിയ ശതമാനം വൃക്കകൾ തകരാറായാൽ മാത്രമാണ് ക്രിയാറ്റിൻ കൂടത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ. അത് സാധാരണയിൽ 30 നാനോഗ്രാം പെർ ഡെസിലിറ്റർ താഴെയാണ് നിൽക്കേണ്ടത്. അത് ടെസ്റ്റ് ചെയ്താൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 50, 60, 70 കണ്ടെത്തിയാൽ അതിന് വേറെ ചില കാരണങ്ങൾ കൂടെ വരാം. ചിലപ്പോൾ ഒരു യൂറിൻ ഇൻഫെക്ഷൻ കൊണ്ട് അത് പോസിറ്റീവായിട്ട് കാണിക്കാം. പക്ഷെ പൊതുവെ BP കൂടുതലുള്ള ഒരാൾക്ക് വൃക്കരോഗം തുടങ്ങുമ്പോൾ അതാണ് നേരത്തെ കണ്ടെത്തുന്നത്. അതായത് ഒരു 30% വൃക്കകൾ മോശമാകുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാൻ സഹായിക്കും. അത് പിന്നീട് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാനായിട്ട് ഒത്തിരി സമയം നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ടെസ്റ്റ് പ്രത്യേകിച്ചും ജനങ്ങൾക്ക് അധികം അറിവില്ലാത്തൊരു ടെസ്റ്റാണ്. അത് പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് യൂറിൻ മൈക്രോ ആൽബുമിൻ. എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിൽ അത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ അമിത രക്തസമ്മർദ്ദമുള്ള ഹൈപ്പർ ടെൻഷന്റെ മരുന്ന് കഴിക്കുന്നവരും ചെക്ക് ചെയ്താൽ പിന്നീട് അത് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ സഹായിക്കും. പിന്നീട് വൃക്കരോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ D3 ആൽഫ കാൽസിഫ്രോൾ എന്നുള്ള ആ ഒരു മരുന്ന് കഴിച്ചാൽ പലപ്പോഴും ആ പ്രോഗ്രഷൻ തടയുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ചില BP മെഡിസിൻസ് ഉണ്ട്. പ്രത്യേകിച്ചും അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും BP മെഡിസിൻസ് ഉണ്ട്. അത് തന്നെ കിഡ്നി പ്രൊട്ടക്ഷൻ നൽകുന്ന മെഡിസിനുകളുണ്ട്, അല്ലാത്തവയുണ്ട്. അപ്പോൾ അത് ഏതാന്നുള്ളത് നെഫ്രോളജിസ്റ്റിനെ കണ്ട് ആ മരുന്നുകൾ മാറ്റുക ചെയ്താലും നല്ലതായിരിക്കും. വൃക്കരോഗം തടയുന്നത് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ സഹായിക്കുന്നതായിരിക്കും. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.